അപ്പോൾ ഒരു വീഡിയോ ഇടാം. അമ്മൂമ്മ വിളിക്കുന്നുണ്ട്. അമ്മൂമ്മ എന്താണ്ട്? പാക്കിങ്. ഒരാള് കുഞ്ഞുവാവ് ഉറങ്ങുവാ. പിന്നെ ടിഷ്യൂ ഒന്ന് കേട്ടെ. ലിയാനെ ഡേ കെയറിൽ പോയി. എന്താണ് ഡേറ്റ് പറയല്ലേ? ഡേറ്റ് ഒന്നും ആരോടാ പറയല്ലേ? ഞാൻ എന്തായാലും ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് കാര്യമില്ല, ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെ നമ്മൾ വരുമ്പോ അമ്മൂമ്മ വിചാരിക്കും പണ്ടാരം എല്ലാം കെട്ടിയെടുത്തോണ്ട് വന്ന് ഇത്ര നാൾ സമാധാനം ഉള്ളത് ഞാൻ ഇപ്പഴാണ് അറിഞ്ഞതെന്ന്. എല്ലാ മക്കളെ എന്തായിരുന്നു അനുവിന്റെ അപ്പൂപ്പൻ പോയി അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കായി. എനിക്ക് ആരെടുത്തരും ഇല്ല. ഇപ്പൊ ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജോലിക്ക് വരുന്ന ആൾക്കാരും നേരെ നിക്കുന്നില്ല. അതാണ് അമ്മൂമ്മയ്ക്കുള്ള ബുദ്ധിമുട്ട്. അല്ലാതെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരും ഇല്ല. ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. അത് കാരണം ഇപ്പൊ എനിക്ക് ഇത്രയും BP കൂടി, ഹൈ BP ആണ്. അത്രയ്ക്ക് വയ്യാതെയാണ് മോനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വരട്ടെ, ഞാൻ വന്നിട്ട് വേണം അമ്മൂമ്മേനെ കൊണ്ട് രാവിലെ എക്സസൈസ് 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീച്ച് നമ്മള് രാവിലെ CPT നടക്കാൻ പോവും, ഓടാൻ പോവും. ഞാൻ എണീക്കും, അവളെന്നെ എണീപ്പിക്കും. അല്ല മക്കളെ, നിങ്ങളെയൊക്കെ കാണുമ്പോ ഒരുപക്ഷെ എന്റെ BP ഒക്കെ കുറഞ്ഞു കിട്ടുമെന്ന്, കുഞ്ഞുങ്ങളെ കാണുമ്പോ കുറഞ്ഞു കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ കുറഞ്ഞു കിട്ടും. നമ്മള് വരുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അമ്മൂമ്മ വിഷമിക്കണ്ട. ഓക്കെ? എന്തായാലും കുഞ്ഞിനെ കാണാൻ നോക്ക്. കാത്തിരുന്ന് പോയടാ. അമ്മൂമ്മയാണ് നമ്മള് വല്ലപ്പോഴും ഒരു സിനിമയ്ക്ക് പോകുമ്പോ അമ്മൂമ്മയാണ് അവളെ നോക്കേണ്ടത്. അതൊക്കെ ഞാൻ നോക്കും. പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്ത്. പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്ത്. അല്ല, അതിവിടെ വീട്ടിൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അടുത്ത് ആക്കിട്ട് പോയാലെന്ത്? അത് പൊടിക്കുഞ്ഞല്ലേ, പാല് പമ്പ് ചെയ്ത് വെച്ചാ നിങ്ങക്ക് നോക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ലിയനെ കൊടുത്തു വിട്ടപ്പോ അമ്മമ്മ അയ്യോ കൊച്ചു കരയുന്നേ, അവള് മരിക്കാണേന്നൊക്കെ. പിന്നെ എന്റെ കൊച്ചു കരഞ്ഞോണ്ടിരുന്നാ പിന്നെ അതൊക്കെ എനിക്ക് വിഷമമാണ്. അങ്ങനെയൊന്നും അവര് കരയാൻ പാടില്ല. അവരെപ്പോഴും ചിരിച്ച് നന്നായിട്ടിരുന്നാലല്ലേ. എനിക്ക് അമ്മൂമ്മ ആദ്യം കരയാതെ ചിരിച്ചിരിക്കുക, അതാവുമ്പോ നമുക്കും സന്തോഷാവും കേട്ടാ. ഇനി അമ്മൂമ്മ വിഷമിക്കണ്ട, നമ്മള് പാക്കിങ് നടത്തട്ടെ. അപ്പൊ എന്തായാലും അമ്മൂമ്മ ഉറങ്ങിക്കോ. നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡെയിലി രാവിലെയും വൈകിട്ട് അമ്മൂമ്മ വിളിച്ചിങ്ങനെ കരയും. ഈ കരച്ചിൽ എന്നെക്കൊണ്ട് അപ്പൂപ്പനെയാ വന്ന് നോക്കാൻ പറ്റിയില്ല. അമ്മൂമ്മയുടെ ഈ കരച്ചിലും കൂടി കേൾക്കുമ്പോൾ എനിക്ക് ഡെയിലി ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് സ്ട്രെസ്സാണ്. എനിക്ക് സ്ട്രെസ്സെന്ന് വെച്ചാൽ അമ്മൂമ്മയ്ക്ക് എന്തോ അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, അമ്മൂമ്മ ഒറ്റയ്ക്കായിപ്പോയി. കാരണം ഈ നിൽക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അവർ വന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പോവും. പിന്നെ അമ്മൂമ്മയുടെ കുറച്ച് സാധനം അമ്മൂമ്മയ്ക്ക് സ്റ്റെപ്പൊന്നും കയറി പോകാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മൂമ്മ മുമ്പേ അപ്പൂപ്പ ഉള്ള സമയത്ത് ഒരു സാധനം കൊണ്ടുപോയി 1-2 സാധനങ്ങൾ പുതിയത് കൊണ്ടുപോയി മേലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പേ താഴെ കൊണ്ടുവരാൻ നോക്കിയപ്പോഴത്തേക്ക് ആ പുതിയ സാധനങ്ങളൊക്കെ അവരടിച്ചുകൊണ്ട് പോയായിരുന്നു, ഈ ക്ലീൻ ചെയ്യാൻ വന്നവരൊക്കെ. കാരണം വേറെ ആരും ആ വീട്ടിൽ വരാറില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര മറവിയാണ്. ഞാൻ ഒരു സാധനം എവിടെ വെച്ചാന്ന് പറഞ്ഞ് ഓർമ്മയില്ല. ഞാൻ പണ്ട് അമ്മൂമ്മയുടെ അവിടെ വെളിയിൽ പോയി ഫുഡ് കഴിക്കാൻ പോയപ്പോൾ കടയിൽ പോയി ബിരിയാണി മേടിക്കാൻ വേണ്ടി പൈസ തന്നിട്ട് ഞാൻ ചേഞ്ച് പോലും മേടിക്കാത്ത ഒരാളാണ്. അങ്ങനെ അമ്മൂമ്മ നീ പൈസയുടെ ബാക്കി ചേഞ്ച് എവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്. എന്നിട്ട് ആ കടയിലുള്ള പുള്ളി പോലും പറഞ്ഞില്ല ഞാൻ ചേഞ്ച് തന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം. ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർത്തു വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ അമ്മൂമ്മ അങ്ങനെയല്ല, അത് പോയി എടുക്കാൻ നോക്കിയപ്പോൾ അതുപോലും ഈ വന്നവരടിച്ചുകൊണ്ട് പോയി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അമ്മൂമ്മ വിളിച്ച് ഇങ്ങനെ ഡെയിലി കരച്ചിലും വിളിയും ഇതെനിക്ക് കേൾക്കാനുള്ള ഒരു ശേഷിയില്ല. എനിക്ക് ഒന്നാമത് ഈ ഡെലിവറി കഴിഞ്ഞതിൻ്റെ അതിൻ്റേതായ സ്ട്രെസ്സുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ നല്ലൊരു ജോലിയായിരുന്നു. നല്ല ജോലി എന്ന് വെച്ചാൽ 8 മണിക്കൂർ ജോലിയിൽ അന്നത്തെ ദിവസം ജോലി മൊത്തവും ഞാൻ വേണമെന്ന് വിചാരിച്ചാൽ 1 മണിക്കൂറിനകത്ത് തീർക്കാൻ പറ്റും. അടുത്ത 7 മണിക്കൂർ ഫ്രീയാണ്. അങ്ങനത്തെ ജോലിയാണ് എൻ്റെത്. അതുമാത്രമല്ല, ഞാൻ മാനേജ്മെൻറ്റ് ലെവലിൽ കയറിയായിരുന്നു. അപ്പോൾ
മാനേജ്മെൻറ്റ് ലെവലിൽ കയറിയോണ്ട് അതിൻ്റേതായ പേ നല്ല രീതിയിൽ കൂടിയായിരുന്നു. അങ്ങോട്ട് ഞാൻ ടാക്സ് വരെ അടയ്ക്കേണ്ടി വന്നു $4000. 9,000 രൂപ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കിയതിന് ഞാൻ 4,000 അങ്ങോട്ട് ടാക്സ് അടയ്ക്കേണ്ടി വന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്ട്രാ ഉണ്ടാക്കിയത്. എന്നാലും എൻ്റെ കയ്യിൽ 5,000 എക്സ്ട്രാ ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വിചാരിക്കുക 5,000 എക്സ്ട്രാ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് വീട്ടിലേക്ക് ഒരു വീട് മേടിക്കാൻ വേണ്ടി മുമ്പോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇതൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് അപ്പൂപ്പൻ ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എന്നെ നോക്കി വളർത്തിയവർക്ക് അവസാനം ഇങ്ങനെ പ്രായമായതിനു ശേഷം അവരെ നോക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിനാ ഇത്രയും ഞാൻ പൈസ ഉണ്ടാക്കി അവർ കഴിച്ച് എന്തിനാ? എങ്കിൽ ഇവർക്ക് വല്ലതും പൈസ കൊടുത്തിട്ട് എന്നെ നോക്കിയാൽ പോരായിരുന്നോ? അതേപോലെ ഞാനും ഇനി അവസാനം ഞാനിപ്പോൾ മെറ്റേണിറ്റി ലീവ് ടൈം നോക്കി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുക. എന്നെക്കൊണ്ട് ഇവർക്ക് പറ്റുന്ന ഒരു ഹോം നേഴ്സും അല്ലെങ്കിൽ പറ്റുന്ന ഒരു സ്ഥിരം നിൽക്കാൻ പറ്റിയ ഒരു ജോലിക്ക് നിൽക്കുന്ന ഒരാളെ ഏർപ്പാട് ചെയ്ത് ഞാൻ വന്നപ്പോൾ ഈ വീട് എൻ്റെ പൊന്നെ, ഈ വീട് മൊത്തവും കുളമായിരുന്നു. കുളമെന്ന് വെച്ചാൽ എനിക്ക് വീട് കണ്ടപ്പോൾ തല കറങ്ങുക. അമ്മാതിരി സാധനങ്ങളാണ് കൂട്ടി 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 വെച്ചേക്കുന്നത്. ഇതൊന്നും നമുക്ക് വൃത്തിയാക്കാൻ ഒരു ദിവസം പോലും വൃത്തിയാക്കി തീർക്കാൻ പറ്റത്തില്ല. ഞാൻ അതേപോലെ മാനേജ്മെൻറ്റ് ലെവൽ ജോലിയാണ് വിട്ടിട്ട് വന്നത്. യോജി ഒരു ലിക്കർ സ്റ്റോറിൽ സൂപ്പർവൈസറായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഏതെല്ലാം നമുക്ക് ഒരുമിക്കാമെന്ന് പറഞ്ഞപ്പോൾ യോജി അതും വിട്ടിട്ട് വന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടുപേരും അമ്മൂമ്മ കരയുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം, ഞാനും ഇരുന്ന് കരയും. എൻ്റെയും കരച്ചിൽ കണ്ടിട്ട് യോജി പറഞ്ഞു ഓക്കെ, തൽക്കാലത്തേക്ക് നമുക്ക് ഇന്ത്യയിലേക്ക് മാറാം. ഇന്ത്യയിലേക്ക് മാറിയിട്ട് അമ്മൂമ്മയുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കാം. അഥവാ അമ്മൂമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ നിൽക്കും. അതാണ് പ്ലാൻ. അപ്പോൾ എല്ലാ